ആർ.ജെ. ബിൻസി ചെറ്റത്തരം കാണിച്ചിട്ട് അതിനെ സ്വയം അങ്ങ് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇവരാരോടാണോ ചെറ്റത്തരം കാണിച്ചത് അവരെ തരം താഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു ഉളുപ്പും ഇല്ലാത്ത ഒരു സ്ത്രീ. പണി കിട്ടി. ബിസിനസിന്റെ തുടക്കത്തിൽ തന്നെ വിചാരിച്ചതിന് സ്വീകാര്യത കിട്ടി ഹാപ്പി ആയി പോയിരുന്ന സമയത്താണ് ഞങ്ങൾക്ക് ആ 8ന്റെ പണി കിട്ടിയത്. ഇങ്ങോട്ട് വന്ന ഒരു കൊളാബ് റിക്വസ്റ്റ് പേജ് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ആളെ അന്ന് അറിയില്ലായിരുന്നു. എന്നാൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ പറഞ്ഞതെല്ലാം അയച്ചു കൊടുക്കുകയും ചെയ്തു. കുറെ ദിവസമായിട്ടും കൊളാബ് കാണുന്നില്ല. ചോദിക്കുമ്പോൾ പനിയായിരുന്നു, തലവേദനയായിരുന്നു, അവിടേക്ക് പോയി ഇവിടേക്ക് പോയി എന്നൊക്കെ എക്സ്ക്യൂസസ് കേൾക്കാം. 2-3 മാസം കഴിഞ്ഞപ്പോ ഉണ്ടായിരുന്ന റിപ്ലൈയും ഇല്ലാതെയായി. അയക്കുന്ന മെസ്സേജസിനെല്ലാം സീൻ കാണാം. അത് തന്നെ ഷി വാസ് സ്മാർട്ട് ഇനഫ് ടു ഫൂൾ അസ്. എന്നാൽ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഇങ്ങനെയാണോ? അല്ല. ഒട്ടുമിക്ക ആളുകളും ഞങ്ങളെപ്പോലുള്ള സ്മോൾ ബിസിനസിനോട് അത്രയും കൈൻഡുമാണ്, സപ്പോർട്ടീവുമാണ്. ഈ ആള് മലയാളം ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഏത് സീസൺ ആണെന്ന് പറയുന്നില്ല. പെട്ടെന്ന് തന്നെ ഔട്ടായി. എന്നാൽ ഞങ്ങളെ പറ്റിക്കാൻ ഫുൾ ഗെയിം പ്ലേ ചെയ്തു. ഇതായിരുന്നു അവരുടെ ആദ്യത്തെ വീഡിയോ. ഇത് ഇഷ ബൈ PK. ഇവർ ട്രഡീഷണൽ ആയിട്ടൊക്കെയുള്ള ജുവൽസ് വിൽക്കുന്ന ആളുടെ ഒരു പേജാണ് ഇഷ ബൈ PK എന്നുള്ളത്. ഇവരുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കയറി ചെന്ന് കൊളാബ് ചോദിച്ച് മേടിച്ച ഒരാളാണ് ഈ ബിൻസി. എന്നിട്ട് ഓരോ ഉളുപ്പുമില്ലാതെ ഇവരെ അങ്ങ് നന്നായിട്ട് പറ്റിച്ചു. 1.5 വർഷമായിട്ട് ഈ കൊളാബ് ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടില്ല. സ്കാം അലേർട്ട് റിവീൽ ടൈം പാർട്ട് 2. നാളെ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ സാറ്റർഡേ വീഡിയോ എടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ നാളെ വീഡിയോ എടുത്തിട്ട് സാറ്റർഡേ ഇടുന്ന പോലെ ചെയ്താൽ മതിയോ? വോയിസ് കേട്ട ആളെ മനസ്സിലായി കാണുമല്ലോ. അതെ, ലാസ്റ്റ് ബിഗ് ബോസ് സീസണിൽ വന്ന ആർ.ജെ. തന്നെയാണ് കക്ഷി. 2024 ജൂണിലാണ് ആള് ഇങ്ങോട്ട് കൊളാബ് ചോദിച്ച് മെസ്സേജ് അയച്ചത്. അയച്ചതിന് ശേഷം കൊളാബിനെ പറ്റി ഓർമ്മിപ്പിക്കുമ്പോഴൊക്കെ ഇടയ്ക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി സമയം കൊടുത്തു. പിന്നീട് ശ്രദ്ധിക്കുമ്പോൾ ആള് വേറെ വീഡിയോസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അയക്കുന്ന മെസ്സേജസിന് റിപ്ലൈ ഇല്ലാതെയായി. എല്ലാം അപ്പപ്പോ സീൻ ആക്കുന്നുണ്ടായിരുന്നു. 2025 ജനുവരി വരെ ഞങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. എല്ലാത്തിനും സീൻ മാത്രം. ഞങ്ങളുടെ ഒരു ചെറിയ ബിസിനസ് പേജ് അല്ലേ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലായിരുന്നു. ബാക്കി ബിസിനസ് പേജസ് ആണ് പ്രതികരിച്ച് ഒരു വീഡിയോ ഇടണം എന്നൊരു മോട്ടിവേഷൻ തന്നത്. ഫസ്റ്റ് വീഡിയോ ഇട്ട് അപ്പൊ തന്നെ മെസ്സേജ് വന്നിരിക്കുന്നു. ഒരു ഫ്രണ്ട് വഴിയും മെസ്സേജ് അയച്ചു. സെറ്റിൽ ചെയ്യാം, പ്രൊഡക്ട്സിന്റെ കാശ് തരാം, ഇനി വീഡിയോ എങ്ങനെയെങ്കിലും എടുത്തു മാറ്റാമോ എന്നൊക്കെ ചോദിച്ചു. 1.5 വർഷത്തിന് ശേഷമാണെന്ന് ഓർക്കണം. അതും ഈ വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രം. ഏറ്റവും വിഷമം അതൊന്നുമല്ല, നമുക്ക് പ്രൊഡക്ട്സിന്റെ കാശൊന്നും ഇനി വേണ്ട, ഇത്ര കാലമായില്ലേ. ഞങ്ങളെപ്പോലുള്ള ഒരു ചെറിയ ബിസിനസ് പേജിനെ പറ്റിച്ചതിന് ആള് ഒരു സോറി മെസ്സേജ് പോലും ഇതുവരെ അയച്ചിട്ടില്ല. 1.5 വർഷമായിട്ട് പ്രൊഡക്റ്റ് മേടിച്ച് അത് യൂസും ചെയ്ത് കാണും. എന്നിട്ട് ഇമാതിരി തെണ്ടിത്തരം കാണിച്ചിട്ട് ഒരു സോറി പറയാനുള്ള മര്യാദ പോലും ആർ.ജെ. ബിൻസി എന്ന് പറയുന്ന വ്യക്തിക്കില്ല. വീഡിയോ പുറത്തു വന്നപ്പോൾ നാണം കെടും എന്ന് മനസ്സിലായപ്പോൾ ഒരു ഉളുപ്പും ഇല്ലാതെ പോയിട്ട് വീഡിയോ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിൽമെൻറ്റ് നടത്താൻ നോക്കുന്നു. 1.5 വർഷം നിങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ച് വീട്ടിലിരുന്നപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ ഇൻ ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു സാധനം വരുന്നുള്ളത്? എവിടെ അല്ലേ, വിചാരിച്ച് കാണാം ചെറിയ ഷോപ്പല്ലേ, അവരൊന്നും ചെയ്യത്തില്ല എന്നുള്ളത്. പക്ഷെ നാണം കിടന്നായപ്പോൾ ഒരു ഉളുപ്പില്ലാണ്ട് പോയി സെറ്റിൽമെൻറ്റ് പറഞ്ഞിരിക്കുന്നു. മെയിൻ സ്ട്രീം വണ്ണിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൻ്റെ താഴെ ബിൻസി വന്നിട്ടൊരു കമൻ്റ് ഉണ്ട്. തട്ടിപ്പോ, കൂടിപ്പോയാൽ 300 രൂപയുടെ സാധനമാണ് അവർ 2024 കൊളാബിന് തന്നത്, കമ്മലും വളയും. ഈ 300 രൂപയ്ക്ക് നിനക്കൊരു വിലയില്ല എന്ന് കരുതിയിട്ട് എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഈ 300 രൂപയ്ക്ക് നല്ല വിലയുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ കയ്യിൽ പൈസ ഇങ്ങനെ കുന്നുകൂട്ടി കിടക്കുന്നതുകൊണ്ട് 300 രൂപയ്ക്കൊന്നും നിനക്ക് വലിയ വിലയൊന്നും കാണത്തില്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പുച്ഛിക്കാൻ തോന്നുന്നത്. 300 രൂപ. അന്ന് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വീഡിയോ എടുത്തു കൊടുക്കാൻ പറ്റിയില്ല. 1.5 കൊല്ലമായിട്ട് നിൻ്റെ ആരോഗ്യ പ്രശ്നം തീർന്നില്ലേ? അത് കറക്റ്റായിട്ട് അവരെ അറിയിച്ചതുമാണ്. പിന്നെ അവരോട് പേയ്മെൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അവർ വേണ്ട എന്ന് പറഞ്ഞു. അവർക്കിപ്പോൾ റീച്ച് വേണം, കണ്ടൻറ്റ് വേണം. ആകെപ്പാടെ ആ പേജിൽ റീച്ചുള്ള വീഡിയോ ഇത് മാത്രമാണ്. സോ ഇത് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കുറച്ച് റീച്ച് ഉണ്ടാക്കി അവർ ജീവിച്ചു പോട്ടെ.
നിങ്ങളെല്ലാവരും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. പിന്നെ ഈ പോസ്റ്റ് ഇട്ട ചേട്ടനോട് തട്ടിപ്പ് നടത്താനാണെങ്കിൽ വേറെ നല്ല പേജ് കിട്ടില്ലേ ചേട്ടാ? കുറഞ്ഞത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല വില കൂടിയ പ്രൊഡക്ട്സ് എടുക്കില്ലേ? ഇതിപ്പോൾ അയ്യേ മോശം. അപ്പോൾ പറയാൻ വന്നത്, ആളുകൾ കുറച്ച് റീച്ചായി വരുമ്പോൾ ഇതുപോലുള്ളവർ വരുന്നത് സ്വാഭാവികം. അതുകൊണ്ട് ഞാൻ ഇതിനെ കാര്യമായി എടുക്കുന്നില്ല. കുറച്ച് സാരി കൊളാബ് വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ ഓക്കെ ബൈ. ഉളുപ്പ് വേണം പിശാചിയെ നിനക്കൊക്കെ. അവരുടേത് ക്വാളിറ്റി ഇല്ലാതുകൊണ്ടായിരിക്കും അങ്ങോട്ട് കയറി ചെന്ന് ഞാൻ കൊളാബ് ചെയ്യാമെന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങി സാധനം വാങ്ങി അത് യൂസ് ചെയ്ത് ആൾക്കാരെ പറ്റിച്ചത്. എന്നിട്ട് ഇപ്പം അതിന് ക്വാളിറ്റി ഇല്ല, വിലയില്ല. നിനക്കതിൻ്റെ വേദന അറിയണമെങ്കിൽ നീ ഇതുപോലെ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ ആരെങ്കിലും നിന്നെ പറ്റിക്കണോടി. അപ്പം നിനക്ക് മനസ്സിലാവും തന്തയില്ലായ്മ കാണിക്കുന്നതിൻ്റെ ഒരു വേദന എന്താണെന്നുള്ളത്. അതുവരെ നിനക്ക് മനസ്സിലാവത്തില്ല ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നതിൻ്റെ വേദനയെ. വില കൂടിയ സാധനങ്ങൾ വേണമെങ്കിൽ പിന്നെ എന്തിനാണോ അങ്ങോട്ട് പോയി കയറി ചെന്ന് ഞാൻ കൊളാബ് ചെയ്യാമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച് അവരെ വിളിച്ച് വരുത്തി അവരുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റും സെലക്ട് ചെയ്ത് അതും മേടിച്ചുകൊണ്ട് പോയത്? നിനക്ക് വേറെ പേജ് കിട്ടത്തില്ലായിരുന്നോ? 1.5 വർഷം അസുഖമായിരുന്നു. നിനക്ക് പ്രാന്തിൻ്റെ അസുഖമായിരുന്നോ 1.5 വർഷം നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട്? അല്ല, അറിയാൻ വേണ്ടിയിട്ടാ. ആൾക്കാരെ പറ്റിക്കുന്നതിന് ഒരു പരിധിയില്ലേ? പറയുന്ന കാരണം കേട്ടില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് അസുഖമായിരുന്നു. 1.5 വർഷമായിട്ട് അസുഖം മാറിയിട്ടില്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ അസുഖത്തിൻ്റെ പേരും പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ച് കഴിയുമ്പം മാറാരോഗ്യമായിട്ട് മാറാതിരിക്കാൻ നീ സൂക്ഷിച്ചോ. അല്ലാണ്ട് ഇപ്പം എന്തോന്ന് പറയാൻ. അന്തസ്സും അഭിമാനം എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ തോന്നത്തില്ല. ആൾക്കാരുടെ കയ്യിൽ നിന്ന് സാധനവും മേടിച്ച് അവരിങ്ങനെ പറ്റിക്കുക, എന്നിട്ട് അതിന് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ തരം താഴ്ത്തി പറഞ്ഞ് നാണം കെടുത്തി സ്വയം അങ്ങ് മെഴുകി അത് ന്യായീകരിക്കാൻ ശ്രമിക്കുക. ഉളുപ്പുണ്ടെങ്കിൽ വേണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതിന് ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വന്ന് കമൻ്റ് ഇടത്തില്ലല്ലോ അല്ലേ? ശരി, എന്നാൽ ഇതിൻ്റെ ആരെങ്കിലൊക്കെ കൊളാബ് ചെയ്യാൻ വിളിക്കുമ്പോൾ സൂക്ഷിക്കുക, ഇതുപോലെ പറ്റിക്കും.